ഇത് ശരിക്കും ഒരു 2 ദിവസത്തെ വീഡിയോ കമ്പൈൻ ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോട്ടും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സുന്ദരിയായിട്ട് നിൽക്കണമല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ നിന്നപ്പോഴും വന്നപ്പം കുഞ്ഞിക്ക് അപ്പനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അപ്പോഴും വന്ന ഉടനെ തന്നെ നമുക്ക് അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് പോയി വന്ന് വരുന്നതിന് മുന്നേ 3 ദിവസത്തെ മെനു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസത്തോളം മെനു കഴിക്കാൻ അപ്പോട്ട് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പോകുന്ന ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. കാര്യം ട്രാവൽ ചെയ്തും ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ വയറൊരു മതിയായ കാര്യം. ഇവിടെ ഭയങ്കര തണുപ്പാണ്. തിരുപ്പൂർ ഭയങ്കര തണുപ്പും അവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് നോർമലായി ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്കൊരാളെ കാണാൻ പോകണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനം അതും ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പം ആമീൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആമീനെയും ബുജ്ജി ഫസ്റ്റ് ടൈമാണ് ബീച്ച് കാണുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത് മാരാരിക്കുളം ബീച്ചുണ്ട്, അങ്ങോട്ട് പോയി. അർത്തങ്ക പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അവിടെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല, തിരക്കായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. ബീച്ചിൽ ആമീനെ തന്നുവിടുമ്പോഴേ പാറു പറഞ്ഞു സൂക്ഷിച്ചോണം, അവൾ വന്നിട്ട് കാണുന്ന പോലെയല്ല, ബീച്ച് കണ്ട് അവൾക്ക് ഭ്രാന്താണെന്ന്. പറയാണ്ടിരിക്കാൻ മേല. അവൾ ഈ ബീച്ചിൽ വെള്ളം വരില്ലേ, തിരമാല വന്ന് തിരിച്ചു പോകുമ്പം അവളുടെ ബോഡി എന്താ പറയുക, അങ്ങ് അഴിച്ചുവിടും. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഞാൻ പേടിച്ചു. ഞാൻ കൈ പിടിച്ചിട്ട് കുഞ്ഞങ്ങ് തിരേൻ്റെ ഒപ്പം പോവുക. അവളുടെ ബോഡി ഫുൾ അവൾ ലൂസ് ചെയ്ത് വിടും. ഇതാണ് അവളുടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി. ചെന്നുടനെ കുളിച്ച്. ബുജിക്ക് പിന്നെ വെള്ളം പേടിയായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ നനയ്ക്കാൻ വലിച്ചു പിടിച്ച് നിന്ന്. പിന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു 2 മിനിറ്റ് ആകെ ബുജ്ജി നിന്നുള്ളൂ. പക്ഷേ ആമി വെള്ളത്തിൻ്റെ ഒപ്പം പോകാനൊരു ശ്രമമായിരുന്നു. എനിക്ക് ബുജ്ജിനേക്കാൾ പേടി ആമീനെയായിരുന്നു അവളുടെ ഇത് കണ്ടിട്ട്. ബുജ്ജിനെ പിന്നെ അപ്പോൾ നോക്കിക്കോളും. പക്ഷേ ആമീനെ ഞാൻ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കാമോ അങ്ങനെയൊക്കെ പിടിക്കരുത്. കാര്യം കൈവിട്ട് പോയേ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ്. എൻ്റെ അനിയത്തിക്ക് ഏറ്റവും ഭ്രാന്തുള്ള സാധനമാണ്. അനിയത്തിയുടെ അതേ ഭ്രാന്ത് അവൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ രാത്രിയായി. നാളെ പോകാനുള്ള ടിക്കറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കലവൂർ പോയി ആമീനാക്കാൻ അവിടെ നിന്നൊരു ഫുഡും കഴിച്ച് തിരിച്ച് പോന്നു.